ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗുവെ ചാനൽ. ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ പ്രധാന വേഷത്തിലെത്തിയ പുതിയ ചിത്രമാണ് വിലായത്ത് ബുദ്ധ. ആ സിനിമയുടെ പുതിയ ഒരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോങ് ടൈറ്റിൽഡ് ആസ് ഡബിൾ ട്രബിൾ. ഫുട്ബോൾ ആണോ ഇത് ട്രബിളൊക്കെ കൊടുക്കാനായിട്ട്? എന്തൊരു പാടോ എന്തോ. ആൻഡ് ആ സോങ് പാടിയിരിക്കുന്നത് ജെയ്ക്സ് വിജോയും റിമി ടോമിയുമാണ്. സോങ്സിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. അപ്പം നമ്മൾ ആ സോങ് ഒന്ന് റിയാക്ട് ചെയ്യാം. കമോൺ ഗൈസ്. മറയൂര് തന്നെ. ബിൽഡപ്പിനൊന്നും ഒരു കുറച്ചിലുമില്ല. ഗൈസ്, പൃഥ്വിരാജിന്റെ ഈ ലുക്ക് കൊള്ളാം. ഈ ലുക്ക് സിനിമയിൽ വന്നെങ്കിൽ പിന്നെയും സിനിമ ക്ലച്ച് പിടിച്ചെങ്കിൽ ഇത് സിനിമയിലൊരു അത് ഏത് മേക്കപ്പ് മാൻ എന്ന് അറിഞ്ഞൂടാ. ഇത്രയും ഗതികെട്ട ഒരു മേക്കപ്പ്, അത് ഒരുമാതിരി മഞ്ഞൾ തേച്ച് മുഖവും കാണാത്ത രീതിക്ക് ഒട്ടും കൺവിൻസിങ് അല്ലാത്ത ബോറൻ മേക്കപ്പ് ആയിരുന്നു വിലായത്ത് ബുദ്ധയിൽ പൃഥ്വിരാജിൻ്റെത്. ഒരു രീതിക്കും കൺവിൻസിങ് അല്ല. ഒരു എന്തോന്ന് മേക്കപ്പ്, ഇത് അഴുക്ക മേക്കപ്പ്. അതിനേക്കാൾ ഇതെങ്കിലും കൊള്ളായിരുന്നു. ഇതിട്ടപ്പോ എന്തോന്നായിരുന്നു കുഴപ്പം? പ്രശ്നമൊന്നും വരൂലായിരുന്നല്ലോ സിനിമയ്ക്ക്. ഇതൊക്കെ ഇപ്പൊ ഇപ്പൊ കൊറിയോഗ്രാഫ് ചെയ്ത ആരെന്ന് അറിഞ്ഞൂടാ. പൃഥ്വിരാജ് മുമ്പ് സിനിമയിലിട്ട അതേ സ്റ്റെപ്പുകൾ എന്നെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ല. അനങ്ങാത്ത ഇങ്ങനെ ഇത് കൈതട്ടല്, ചൊടക്ക്, ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ലാത്ത സ്റ്റെപ്പ്. ഇത്ര നല്ല ബീറ്റ്, അത്യാവശ്യം നല്ലൊരു ബീറ്റ് കിട്ടിയിട്ട് കുറച്ചെങ്കിലും സ്പീഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി സ്റ്റെപ്പ് കൊടുക്കാനുള്ളതിന് ഒരു മാറ്റവും ഇല്ലാതെ ഹോൺ അടിക്കുന്ന ഇത് സിമ്പിളുള്ള അടുത്ത് ഇട്ട് കൊടുത്തേക്കും. എന്ത് ഡാൻസ് നോക്ക്. ഇതൊക്കെ ഇപ്പൊ എടുത്ത് ഇറക്കുന്നു മാര്.
ഗായ്സ്, ഈ പ്രേമദാകൃഷ്ണന്റെ റോളുണ്ട് അതില്. അതായത് പൃഥ്വിരാജിന്റെ പേരായിട്ട് വരുന്നതാണ്. റീസെന്റ് ഇത്രയും വെറുപ്പിച്ച ഒരു ക്യാരക്ടർ ഇല്ല. ഞാൻ നോക്കി OTT ഒക്കെ വരുമ്പം അമ്മാതിരി ട്രോൾ മെറ്റീരിയൽ ആവാൻ പോകുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും അത്. ആ ക്യാരക്ടറിന് പേര് വരെ എനിക്ക് വിട്ടുപോയി. എന്തോ ഉണ്ട്, കനകമ്മോ കാമിനിയോ എന്തോ ഉണ്ട് സാധനം. അമ്മാതിരി വെറുപ്പിക്കൽ ക്യാരക്ടറായിരുന്നു അത്. നിങ്ങൾ പ്രത്യേകിച്ച് OTT കാണുമ്പം, തിയേറ്ററിൽ കാണുമ്പോഴേ അത് ഫ്ലോപ്പായി. പ്രത്യേകിച്ച് OTT കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എരിച്ചല് വരും. കാരണം അമ്മാതിരി വെറുപ്പിക്കൽ ക്യാരക്ടറാണ്. വെറുപ്പിച്ച് പണ്ടാരടങ്ങും. റോ ടൈപ്പാണ്. ഒന്ന് രണ്ട് സീനൊക്കെ നിങ്ങൾക്ക് പിന്നെയും ഓക്കെ ആണെന്നൊക്കെ തോന്നും. ബാക്കിയൊക്കെ ഒരുമാതിരി അൾട്രാ ഫ്ലോപ്പായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അൾട്രാ ഫ്ലോപ്പ്. ചുമ്മാ അങ്ങ് ഇന്തൊക്കെ എന്തോ മാസ് കാണിക്കുന്ന പോലെ ഇങ്ങനെ എന്തോ പറഞ്ഞു വിടുകയാണ്. എടാ നീ എനിക്ക് എന്ത് മോഹനന്റെ ഭാര്യയായിട്ടുള്ള ഡബിളിന്റെ ചന്ദനക്കടത്തുകാരന്റെ ഭാര്യയായിട്ടിരുന്നാലേ എനിക്ക് സമാധാനമുള്ള ഒരുമാതിരി സൈക്ക് ക്യാരക്ടർ. അട്ടർ ബോർ ക്യാരക്ടറായിരുന്നു പ്രേമദാകൃഷ്ണൻ ഈ സിനിമയിൽ. ഞാൻ ഇപ്പോഴും പറയണേ, അവർ രണ്ടുപേരും പേരായിട്ട് ഡാൻസ് കളിക്കുമ്പോഴും നല്ലൊരു ബീറ്റ് കിട്ടിയിട്ടും ഒരു ഡാൻസ് ഒന്നും, ആ ഒരു ബീറ്റും ഡാൻസ് ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. ഒന്നും ആ സിംഗിളായിട്ടല്ല പോകുന്നത്. ബീറ്റ് എവിടെയോ പോകുന്നു, ഇവരുടെ സ്റ്റെപ്പ് എവിടെയോ പോകുന്നു. അതും നല്ല കിടുക്കാച്ചി കിണ്ണം കാച്ചി സ്റ്റെപ്പ്. വിലായത്ത് ബുദ്ധ ഡബിൾ ട്രബിൾ പ്രൊമോസം. ആൻഡ് ഗൈസ്, പ്രൊമോ സോങ് പോരാ. ലിറിക്സ് ഒന്നും, വിനായക് ശശികുമാറാണ് പുള്ളിയുടെ ലിറിക്സ് ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഇപ്പോൾ ഉള്ള ലിറിക്സ് ചെയ്തതാണ്. പക്ഷെ ഈ പാട്ടിലെ ലിറിക്സ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിന് പാടിയത് ജെയ്ക്സ് ബിജോയും റിമി ടോമിയാണ്. റിമി ടോമി കുറെ നാളിന് ശേഷമാണ് പാടുന്നതെന്ന് തോന്നുന്നു. പാട്ട് പാടുന്നതൊക്കെ ഓക്കെയാണ്. എനിക്കിതിൽ ആകെ പോസിറ്റീവായി തോന്നിയത്, ഈ സോങ്ങിൽ ആകെ പോസിറ്റീവായിട്ട് തോന്നിയത് ലാസ്റ്റ് സീനിൽ പൃഥ്വിരാജ് ആ മെഷീനും കൊണ്ടുവരുന്ന ആ ഒറ്റ സീന് മാത്രമാണ്. ഞാൻ ജെയ്ക്സ് ബിജോയ് വന്ന് പാടുന്നത്. ഈ പടത്തിലെ ആകെ പോസിറ്റീവ് എന്ന് പറയുന്നത് ജെയ്ക്സ് ബിജോയും ഷമ്മി തിലകനുമാണ്. ഷമ്മി തിലകന്റെ കുറച്ച് ആക്ടിങ്ങും പിന്നെ ജെയ്ക്സ് ബിജോയുടെ കുറച്ച് അത്യാവശ്യമുള്ള മ്യൂസിക്കുമാണ് ഈ സിനിമയുടെ ആകെ പോസിറ്റീവ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ പടം ഒരു 3 മണിക്കൂറോളം 2:56 എന്തോ ഉണ്ട്. കുറച്ചെങ്കിലും അത്യാവശ്യം വെട്ടി ചുരുക്കായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒക്കെ, ഫസ്റ്റ് ഹാഫ് പിന്നെയും കണ്ടിരിക്കാൻ പറ്റും. സെക്കൻഡ് ഹാഫ് ഒന്നും സഹിക്കാൻ പറ്റൂല. സെക്കൻഡ് ഹാഫിൽ ചന്ദനം കടത്തിയിട്ട് ഒരു മല കെട്ടാൻ വേണ്ടിയിട്ട്, അതായത് പാവപ്പെട്ട ആൾക്കാർക്ക് മലയിൽ നിന്ന് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട്, അവർ മേലിലാണല്ലോ താമസിക്കുക, അവിടെ നിന്ന് താഴെ ഇറങ്ങി ആശുപത്രിയിലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു മല കെട്ടുന്ന ഒരു സീനുണ്ട്. മല കെട്ടാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് പാടുപെടുന്നത്. അത് എന്ത് അട്ടർ ഫ്ലോപ്പ് സീനാണെന്ന് അറിഞ്ഞൂടാ. അത് നോവലിൽ ഉണ്ടോ എന്തോന്നും അറിഞ്ഞൂടാ. ചുമ്മാ അതിനു വേണ്ടിയിട്ട് പൃഥ്വിരാജിന്റെ കൂടെയുള്ള ആ പെണ്ണും പേരൊന്ന് പ്രേമദാകൃഷ്ണനും കാണിച്ചു കൂട്ടുന്ന കാട്ടായ്മകൾ കുറച്ചുകൊണ്ട് ഗൈസ് കണ്ടിരിക്കാൻ പറ്റൂല. അമ്മാതിരി അൺസൈക്കബിൾ ആണ് അവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ജീപ്പിൽ ആ മല കയറുന്ന സീനൊക്കെ ഉണ്ട്. അതെന്തോന്ന് VFX എന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു പിക്സാർട്ടിലായിരിക്കും ചെയ്തതെന്ന് തോന്നുന്നു. എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു ജീപ്പും കൊണ്ട് പൃഥ്വിരാജ് അവളുമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് അവസാനം വണ്ടി ബാക്കിലോട്ട് വീഴാൻ പോണ പോലെ പോയിട്ട് കൊക്കയുടെ അറ്റത്ത് കൊക്കയുടെ അറ്റത്ത് ഇങ്ങനെ കിടക്കും. അതോടെ പൃഥ്വിരാജ് ഇങ്ങനെ കിടത്തി മറിച്ച് റിവേഴ്സിലെടുത്ത് ബാക്കോട്ട് പോയി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നൊരു മലയുടെ. എന്നിട്ട് പേര് ചൈതന്യ, പേരുടെ പേര്, നിന്റെ മലയുടെ പേരിട, അതോടെ നിന്റെ പേരുള്ള എല്ലാ കളങ്കവും മാറുമെന്ന്, നിന്നെ എല്ലാവരും ദേവിയായിട്ട് കുമ്പിടുമെന്ന്, ചൈതന്യ മലയാക്കും.
എൻ്റെ പൊന്നോ എന്ത് കാട്ടവരാതായിരുന്നു അടിച്ചവിടെ കാണിച്ചു കൂട്ടിയത്. ഈ പാട്ട് അത്യാവശ്യം നല്ല ബീറ്റ് ഉണ്ട്. ഈ ബീറ്റിൽ എന്നിട്ട് ഒറ്റ നല്ല ഡാൻസ് ഇല്ല, ഒരു ഡാൻസും ഇല്ല. ആൻഡ് ചിലപ്പം പടം വർക്കൗട്ട് ആവാത്തതുകൊണ്ടായിരിക്കും പാട്ട് വന്നപ്പോഴും വർക്കൗട്ട് ആവുന്നില്ല. ലിറിക്സ് ഒന്നും കേൾക്കുന്നേ ഇല്ല. അത്തന പുത്തന കിത്തന മുത്തന പുത്തന മിത്തന ഇങ്ങനെ പാടി പാടി പോവുകയാണ്. ബീറ്റ് കൊള്ളാം അത്യാവശ്യം. അതാണ് പറഞ്ഞത്, ബീറ്റിനുള്ള ആ ഒരു ഡാൻസ് സ്റ്റെപ്പ് ഒന്നും വന്നിട്ടില്ല. ആൻഡ് റിമി ടോമി കുറച്ച് നാൾക്ക് ശേഷം വന്നെങ്കിലും ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഈ പാട്ടിൽ ഇല്ല. പിന്നെ ജെയ്സ് ബിജോയ് പാടി ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, വിനായക് ശശികുമാറിന്റെ ലിറിക്സ് പോരാ ഇത് ഈ പാട്ടിൽ പോരാ. എന്തോ എഴുതിയൊക്കെ വെച്ചിട്ട് അവൾ മോഹനൻ ഞാനാണടാ നീയാണടാ ആ ഒരു ചിലപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. തുടക്കത്തിൽ അങ്ങനെയാണ് കാണിച്ചത്. ഈ പാട്ടിലൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ആ ലുക്കും ആ ലാസ്റ്റ് മെഷീൻ എടുത്തില്ല, ആ സീൻ തന്നെയാണ് സിനിമയിലും ഒരു പോസിറ്റീവ് സീൻ എന്ന് പറയുന്നത്. പൃഥ്വിരാജ് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഫോറസ്റ്റ് ഓഫീസറിന്റെ വീട്ടിൽ വന്നിട്ട് ചന്ദനം തരാത്ത എന്തെന്ന് പറഞ്ഞിട്ട് ഈ ആർമി മെഷീനും കൊണ്ടുവരുന്ന സീനുണ്ട്. ഒരു തമിഴ് റെട്രോ സോങ് ഒക്കെ ഇട്ട് അത് നല്ല കിട്ടിക്കാച്ച് സീനായിരുന്നു. പിന്നെ ഒരു ചേസിങ് സീൻ, കോർട്ടിൽ നിന്ന് ചന്ദനം കടത്തി കൊണ്ടുവന്ന സീന്, അതൊക്കെ നല്ല സീൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഫസ്റ്റ് ഹാഫ് ചെയ്യുന്നു. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ പിന്നെ അട്ടർ ഫ്ലോപ്പാണ്. കയ്യിന്ന് പോയി സാധനം, തുടക്കത്തിലേ കയ്യിന്ന് പോയി. പിന്നെ ഷമ്മി തിലകന്റെ ക്യാരക്ടർ കയ്യിന്ന് പോയി. പിന്നെ ഷമ്മി തിലകന്റെ മോഹന്റെ ക്യാരക്ടർ അത് നേരത്തെ പോയി. പിന്നെ പ്രിയംവദ അവളാണ് ചതിക്കുമെന്ന് ലാസ്റ്റ് എല്ലാവർക്കും ഒരു ഹിന്റ് വരും. കറക്റ്റ് അതുപോലെ തന്നെ അവൾ എന്നെ ചതിക്കുന്നത്. അങ്ങനെ ഒരു അട്ടർ ഫ്ലോപ്പ് പടമാണ് ഗൈസ്. അതുപോലെ തന്നെ ഈ പാട്ട് ഇതിപ്പം ചത്തിട്ട് റീത്ത് വെച്ച പോലെ ഉണ്ട്. അതാണ് ഡബിൾ ട്രബിൾ വിലായത്ത് ബുദ്ധയിലെ പൃഥ്വിരാജിന്റെ സോങ്.